ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹോം ക്ലീനിങ് ടിപ്സാണ്. ഒരു 11 ടിപ്സ് ഞാനിതിൽ പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാവും, പക്ഷേ എന്നാലും അറിയാത്ത ഒരുപാട് പേരുണ്ടാവുമല്ലോ, ബിഗിനേഴ്സൊക്കെ. അപ്പോൾ അവർക്കും കൂടി യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരമാവുമെന്ന് വിചാരിക്കുകയാണ്. ഒരുപാട് പേര് ഇപ്പോൾ താമസം മാറിയിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവുമല്ലോ, ബിഗിനേഴ്സൊക്കെ. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകി സീറ്റൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇടാന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ അധികം ജോലികളൊന്നും ഉണ്ടാവില്ല, ഒരു ഭാരം തോന്നില്ല ജോലി ചെയ്യുമ്പോൾ. മറ്റേത് നമ്മൾ രാവിലെ എണീറ്റ ഉടനെ പാത്രങ്ങൾ കഴുകുക ഒക്കെ വലിച്ചു വാരിയിട്ടിരിക്കുമ്പോൾ ഒരു നെഗറ്റീവ് എനർജിയാവും നമുക്ക് ഫീൽ ചെയ്യുക, ജോലി ഭാരം കൂടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കധികം ഭാരമൊന്നും തോന്നില്ല. ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. രണ്ടാമത്തെ ടിപ്പ് എന്താ നോക്കാം. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ ഉറങ്ങി എണീറ്റ് അതേപോലെ എന്താ പറയുക, ബ്രഷൊക്കെ ചെയ്തിട്ട് റൂമൊന്നും ക്ലീൻ ചെയ്യാണ്ട് അങ്ങോട്ട് പോകും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. കാരണം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ നേരെ വരുന്നത് ബെഡ്റൂമിലേക്കാണ്. അപ്പോൾ ബെഡ്റൂം ഇങ്ങനെ വലിച്ചു വാരിയിട്ടിരിക്കുമ്പോൾ ഒരു ഇതുണ്ടാവില്ല, നമുക്ക് പിന്നെ ക്ലീൻ ചെയ്യാൻ ഒരുപാട് സമയമൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എണീറ്റ ഉടനെ തന്നെ ബെഡൊക്കെ ഒന്ന് ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടാന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കാൻ നേരത്ത് നല്ല എളുപ്പമായി. എല്ലാ പണികളും കഴിഞ്ഞ് റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വീട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഡെയിലി ഇതുപോലെ ക്ലീൻ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കധികം ഭാരമൊന്നും തോന്നില്ല. തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് അടിച്ചു വാരിയിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് ചെയ്യുന്നത് നമ്മുടെ ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പാക്കും. ചില ആളുകൾ മാസങ്ങൾ കഴിഞ്ഞാലും ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. കൊല്ലത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ആവും ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെല്ലാ മുക്കുമൂലയൊക്കെ ഒന്ന് ഇതുപോലെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, സാധനങ്ങൾ അധികം വലിച്ച് വാരിടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒട്ടും നല്ല സ്വഭാവമല്ല കേട്ടോ. ഈ സാധനങ്ങൾ കൂട്ടിയിടുക, ഡ്രസ്സ് ഇതൊക്കെ സോഫൻ്റെ മേലെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്നിടുന്നത് അത്ര നല്ലതല്ല. നമ്മൾ അപ്പോൾക്കപ്പം അത് മടക്കിയിട്ടൊക്കെ അതിൻ്റേതായ സ്ഥാനത്ത് വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ചില സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഡ്രസ്സൊക്കെ ഇങ്ങനെ കൂട്ടിയിടുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അഞ്ചാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കുക. അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വാർഡ്രോബ് ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വാർഡ്രോബിൽ നിന്ന് ഒരുപാട് ഡ്രസ്സ് നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് നോക്കുമ്പോൾ എല്ലാ ഡ്രസ്സും കൂടി വലിച്ചു വാരിയിടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ആറാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ ഇതുപോലെ ഒരു ലോണ്ട്രി ബാഗിലോ ഒരു ബോക്സിലൊക്കെ ആക്കി വെക്കാമെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലൊക്കെ ഇടാമെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. വലിച്ചു വാരി ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഏഴാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വേസ്റ്റൊക്കെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ തന്നെ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. എട്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വാഷ്റൂമാണ്. വാഷ്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഡെയിലി ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. വാഷിംഗ് ബേസിനും അതുപോലെ തന്നെ വാഷ്റൂമിൻ്റെ ടൈല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ഭാരമൊന്നും തോന്നില്ല. മറ്റേത് നമ്മൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കഴുകുമ്പോൾ നമുക്ക് ജോലിഭാരം കൂടുതലായിട്ട് തോന്നും. ഒമ്പതാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ കിച്ചണിലെ വാഷിംഗ് ബേസിന് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി ഇതുപോലെ ക്ലീൻ ചെയ്തിടാന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടിരിക്കും നമ്മുടെ വാഷിംഗ് ബേസിനൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ കൗണ്ടർ ടോപ്പൊക്കെ ഡെയിലി ഇതുപോലെ ഒന്ന് തുടച്ചിടുക പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി, അപ്പോൾ അത് ടൈലിൻ്റെ മേലൊക്കെ
തെറിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഡെയിലി പണി കഴിയുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ തുടക്കാന്നുണ്ടെങ്കിൽ അധികം എന്താ പറയുക ചെളിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, നല്ല നീറ്റായിട്ടിരിക്കും. 10ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ അതിൻ്റേതായ സ്ഥലത്തേക്ക് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ കിച്ചണിലേക്കുള്ള സാധനങ്ങളാണ് പർച്ചേസ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റേതായ സ്ഥാനത്ത് തന്നെ വെക്കുക, മടി കൂടാണ്ട്. നമ്മളിപ്പോൾ ഫ്രിഡ്ജിലേക്കുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വാഷ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മിക്ക ആളുകൾക്കും ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു മടിയോ നാളെ എടുത്തേക്കുക മറ്റൊന്ന് എടുത്തേക്കാന്ന് പറഞ്ഞിട്ട് അത് ദിവസം ഇങ്ങനെ നീണ്ടു പോകും. അതുവരെ ആ ഷോപ്പിംഗ് ചെയ്ത സംഭവങ്ങൾ ഇങ്ങനെ വലിച്ചു വാരിയിടും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ. 11ാമത്തെ ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. 11ാമത്തെ ടിപ്പാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ഏതൊരു ജോലി ചെയ്യുമ്പോഴും അത് ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചില ആളുകൾ വീട്ടിൽ ജോലി ചെയ്യുന്നവരാകും, ചില ആളുകൾ പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്നവരാകും. അപ്പോൾ അത് നമ്മൾ സന്തോഷത്തോടെ ചെയ്യാന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. നമുക്ക് എന്താ പറയുക, നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ജോലി ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് അധികം അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്.